CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാതയുടെ വികസനത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തിയതിന്റെ ഉൽപ്പന്നമാണ് NH66 എന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പൂർത്തീകരണം ഉദ്ഘാടനം, ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം, കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖ കൈമാറൽ എന്നിവ മന്ത്രി നിർവഹിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് KG സ്കൂളിൽ മോഷണം, 2000 രൂപ നഷ്ടപ്പെട്ടു. മേശയുടെ മുകളിൽ കുട്ടികൾ പഠിക്കട്ടെ എന്ന് കള്ളൻ എന്നെഴുതിയ കുറിപ്പും കണ്ടെത്തി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിതവിശുദ്ധി നേടിയെടുക്കുന്ന റമദാൻ വ്രതത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ പ്രവേശിച്ചു. പെരുമ്പിലാവ് ആൽത്തറ ആലുംതൈ ആനക്കല് റോഡിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി 30 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാന്ത്വന പരിചരണ രംഗത്ത് വേറിട്ട മാതൃകയുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന വിവിധ ചികിത്സാ ഉപകരണങ്ങൾ സൊസൈറ്റി കൈമാറി. നവകേരള മിഷന്റെ ഭാഗമായി കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥിനികൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് NSS യൂണിറ്റ്, ഹരിത കേരള മിഷൻ, കുന്നംകുളം നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ ഹരിജൻ ഉന്നതി ചെറുകുന്നിൽ ടവറിന് കുഴിയെടുക്കുന്നത് പ്രദേശവാസികൾ തടഞ്ഞു. കുഴിയെടുക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള വിതരണ ടാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ നയിച്ചേതന ഉയരെ 4.0 ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി ഹാപ്പി കേരളം CDS തലസംഗമവും ക്ഷീരകർഷകർക്കായുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. പഴഞ്ഞി മാർബസേലിയോസ് സ്കൂളിന്റെ 132ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഒറീലിയ 2K26 എന്ന പേരിൽ ആഘോഷിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി നിയമാവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നതായിരുന്നു ക്ലാസ്. ജോയിന്റ് കൗൺസിൽ ചാവക്കാട് മേഖലാ സമ്മേളനം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും വിദ്യാർത്ഥികൾക്ക് ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു. മജ്ലിസുന്നൂർ എരുമപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. വേലൂർ RMLP സ്കൂൾ 86ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. CPM എളവള്ളി മുൻ ലോക്കൽ സെക്രട്ടറിയും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന PR അശോകന്റെ 13ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.